ഇപ്പം മൂക്കുത്തിയമ്മനും സൂര്യരെ പോറ്റും ഒരേ സമയത്ത് വന്നതാണ്. ഇതിനും അതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം മൂക്കുത്തിയമ്മൻ ചെയ്തപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ പോലും 2 സീൻ ഉണ്ടായിരുന്നു, ഹെവി സീൻ. കുറേയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് എൻ്റെ പോർഷൻ മാത്രം ബാക്കി വെച്ചു സുധ. അങ്ങനെയാണ് എടുത്തത് അത്. ആ പെണ്ണ് കാണാൻ വരുന്ന സീനൊക്കെ അവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മാത്രം കൊണ്ടൊന്ന് ഉൾപ്പെടുത്തിയതാണ്. സൂര്യയുടെ ഡയലോഗ്സ് അവിടെ സുധ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് എടുത്തത്. അപ്പം വണ്ടിയിൽ നിന്ന് വരുന്നു, നേരെ വന്നു, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം സുധ ആഹാരം കഴിച്ചില്ല. സുധ പറയുക, എന്തോ മേഡം ഒന്ന് പെട്ടെന്ന് വന്നൊന്ന് കരഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ അപ്സെറ്റായി പോയി. അങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പെട്ടെന്ന് അങ്ങനെ. എന്നിട്ട് ഉച്ചയ്ക്ക് അവൾ ആഹാരം കഴിച്ചില്ല. എനിക്ക് വരുന്ന റോളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വരുന്ന കുറേ റോളുകളിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പം അങ്ങനെ വരികയാണ്, അങ്ങനെ ഏൽപ്പിക്കുകയാണ്. കാരണം എൻ്റെ ഹ്യൂമർ ഫിലിംസ് സ്വീകരിച്ചതുപോലെ തന്നെ ഇപ്പം മൂക്കുത്തിയമ്മനും സൂര്യരെ പോറ്റും ഒരേ സമയത്ത് വന്നതാണ്. ഇതിനും അതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം മൂക്കുത്തിയമ്മൻ ചെയ്തപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ പോലും 2 സീൻ ഉണ്ടായിരുന്നു, ഹെവി സീൻ. അങ്ങനെ സൂര്യരെ പോറ്റിൽ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ആ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഒരു 3/4 മണിക്കൂറിനകം എടുത്തതാണ്. മറ്റ് പോർഷനൊക്കെ എടുത്തിട്ട് ഞാൻ ഹൈദരാബാദിൽ ഒരു ഷൂട്ട് കഴിഞ്ഞ് വരാൻ താമസിച്ചു. അപ്പോൾ എല്ലാ സീനിൻ്റെയും, മധുരയിലുള്ള എല്ലാ സീനിൻ്റെയും കുറേയൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് എൻ്റെ പോർഷൻ മാത്രം ബാക്കി വെച്ചു സുധ. അങ്ങനെയാണ് എടുത്തത് അത്. ആ പെണ്ണ് കാണാൻ വരുന്ന സീനൊക്കെ അവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മാത്രം കൊണ്ടൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഈ ഫോണിൻ്റെ എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ആ ഒരു ടെലിഫോൺ ബൂത്തും അറ്റ്മോസ്ഫിയറും ആകെ കിട്ടിയിരിക്കുന്ന 1 മണിക്കൂറോ മറ്റുമാണ്. ഈ 1 മണിക്കൂറിനകം എടുക്കാൻ വേണ്ടി രാവിലെ വരുന്നു, ആ ഓരോ സീൻ്റെയും ഇൻബിറ്റ്വീനുള്ളത് ഇതാണെന്ന് പറയുന്നു, ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നു, ടേക്കാണ്. അങ്ങനെ എടുത്തതാണ് ആ സീക്വൻസ് ഒക്കെ. ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവനവിടെ കട്ടായി പോകുന്നു ഫോണ്, ആ സീൻസ് ഒക്കെ. അപ്പൊ അവിടെ റിയാക്ഷൻ ഇല്ലാതെ വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരില്ലേ? ഇല്ല, തോന്നിയില്ല. സൂര്യയുടെ ഡയലോഗ്സ് അവിടെ സുധ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണ് എടുത്തത്. അപ്പം വണ്ടിയിൽ നിന്ന് വരുന്നു, നേരെ വന്നു, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം സുധ ആഹാരം കഴിച്ചില്ല. സുധ പറയുക, എന്തോ മേഡം ഒന്ന് പെട്ടെന്ന് വന്നൊന്ന് കരഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ അപ്സെറ്റായി പോയി. അങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പെട്ടെന്ന് അങ്ങനെ. എന്നിട്ട് ഉച്ചയ്ക്ക് അവൾ ആഹാരം കഴിച്ചില്ല. അപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു മിസ്സിങ് പോലെ, അവളുടെ ഫാമിലിയുടെ എന്തോ ഒരു മിസ്സിങ്ങും. അവൾ ചെറുപ്പം മുതലേ മദ്രാസിൽ, ആന്ധ്രയിലാണ് അവളുടെ വീട്. ഇവിടെ താമസിച്ചിട്ട് കുറേ കാര്യങ്ങൾ അമ്മയും അച്ഛനെയൊക്കെ മിസ് ചെയ്തിരുന്നു. പെട്ടെന്ന് ആ ഷോട്ട് കണ്ടു കഴിഞ്ഞപ്പം അപ്സെറ്റ് ആയിരുന്നല്ലോ. പക്ഷെ അത് സ്ക്രീനിൽ കണ്ടതിന് ശേഷമാണ് എനിക്ക് റിയലൈസ് ആവുന്നത്.